ശബരിമലയിലടക്കം എല്ലാ അമ്പലങ്ങളിലും രാഷ്ട്രീയ വിമുക്തമായ ഒരു ഭരണ സംവിധാനവും രാഷ്ട്രീയ മുക്തമായ തീരുമാനങ്ങളും വേണം. ജസ്റ്റിസ് പരിപൂർണ റിപ്പോർട്ടിലുമുണ്ട്. അത് തന്നെയാണ് NSSന്റെ ആദരണീയനായ സുകുമാർ നായർ സാറിനെ പോലെ വലിയൊരു പോരാളിയായ ജനറൽ സെക്രട്ടറി പറയുന്നത്. പൊതുവേ എല്ലാ ഹിന്ദുക്കളുടെയും ഒരു സ്റ്റാൻഡ് അതാണ്. എനിക്ക് ഉറപ്പുണ്ട് SNDP എടുത്താലും KPMS എടുത്താലും ഒക്കെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതുകൊണ്ട് സർക്കാർ ആൾക്കാരെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുക, കക്ഷി രാഷ്ട്രീയത്തിന്റെയും വിഭജനത്തിന്റെയും ഒരു സ്വരമില്ലാതിരിക്കുക, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലടക്കം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുക, ഒരു പൊതു ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാർ. ഇനി ബാബുസ്വാമിയുടെ അവിടുത്തെ ആൾക്കാരെയും കൂടെ വിളിക്കണം, സംശയമൊന്നുമില്ല. കാര്യം അവർ ശബരിമലയുടെ ഇന്റഗ്രൽ ഭാഗമാണ്. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. വിമർശനങ്ങളില്ലാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. പ്രഥമ ദൃഷ്ടിയാ നല്ലൊരു ശതമാനം ഹിന്ദു സംഘങ്ങളും സർക്കാരിനോട് യോജിക്കുകയാണ്. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽസും ന്യൂആൻസും വരുമ്പോഴേ ഇതിന്റെ കാര്യമുള്ളൂ. വിമർശനങ്ങളില്ലാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് അവർ മറക്കരുത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ രാഷ്ട്രീയമായും സാമൂഹ്യമായും വിമർശനങ്ങൾ ഉയർന്നു വരുമെന്നും അത് പരിഹരിക്കാനുള്ള ഈ പറയുന്ന സമവായത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള മാർഗവും കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ സാമുദായിക സാമൂഹ്യ താല്പര്യങ്ങൾ അതിനുള്ളിലേക്ക് കുത്തിനിറച്ചു കൊണ്ടുവരുന്നുള്ള വിമർശനങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കാതിരിക്കാനും തരമില്ല.